Good morning, dear students. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മോഡ്യൂൾ 3-ലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളായിട്ടുള്ള സെൻട്രോയിഡും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, എക്സാമിന് വരാൻ സാധ്യതയുള്ള തിയറി പാർട്ടും പ്രോബ്ലംസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഓഫ് എ പ്ലെയിൻ ഫിഗറിൻ്റെ അത് ഏത് പോയിന്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റെക്റ്റാങ്കിളോ സ്ക്വയറോ ട്രയാങ്കിളോ സർക്കിളോ കോർഡിലേറ്ററോ ഏതോ ആയിക്കോട്ടെ, അതിൽ എവിടെയാണ് ഏത് പോയിന്റിലാണ് ആ ഏരിയ അതിൻ്റെ ടോട്ടൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ നമുക്ക് അത് സിമെട്രിക്കൽ ടു ഏത് ആക്സിസ് ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കുക. ഓക്കെ, എക്സ് ആക്സിസ് ആണോ എക്സ് ആക്സിസ് ആണോ സിമെട്രിക്കൽ ടു വൈ ആക്സിസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. എക്സ് ആക്സിസ് ആണെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് a1x1 പ്ലസ് a2h2 പ്ലസ് a3h3 പ്ലസ് a4h4 എക്സെട്ര ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4 പ്ലസ് എക്സെട്ര. ഓക്കെ, വൈ ബാറിനാണ് സിമെട്രിക്കൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ വൈ ബാർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വൈ ബാർ ഇസ് ഈക്വൽ ടു a1y1 പ്ലസ് a2y2 പ്ലസ് a3y3 പ്ലസ് a4y4 എക്സെട്ര ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4 എക്സെട്ര. ഓക്കെ, പിന്നെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കണം. സ്ക്വയർ ആകുമ്പം അതിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ് ലൈ ചെയ്യുക. എച്ച് ബാർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡാണ്. ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ a×a, സെൻട്രോയിഡ് എക്സ് ബാർ എന്ന് പറയുന്നത് a/2, വൈ ബാർ എന്ന് പറയുന്നത് a/2. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്തുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ പറയുമ്പോൾ b×d. ഓക്കെ, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്തും അതുപോലെ തന്നെ എക്സ് ബാർ എന്ന് പറയുന്നത് b/2, ബ്രെഡ്ത്ത് ബൈ 2ഉം വൈ ബാർ d/2 ആണ്. ഓക്കെ, ട്രയാങ്കിളുടെ ഏരിയ ഹാഫ് BH ആണ്. എക്സ് ബാർ b/2, വൈ ബാർ 1/3h. സർക്കിളുടെ ഏരിയ πr സ്ക്വയർ. എച്ച് ബാർ നമുക്ക് d/2 ഡയമീറ്റർ ബൈ 2 എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ റേഡിയസ് എന്ന് പറയാം. അതാണ് എച്ച് ബാർ വരിക. വൈ ബാറും d/2 ആണ്, അല്ലെങ്കിൽ റേഡിയസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെമി സർക്കിൾ ആണ്. അതിൻ്റെ ഏരിയ 1/2 πr സ്ക്വയർ ആണ്. അതിൻ്റെ എച്ച് ബാർ d/2ഉം വൈ ബാർ 4r/3π ആണ്. ക്വാർട്ടർ സർക്കിൾ ആകുമ്പോൾ πr സ്ക്വയർ ബൈ 4 ആണ് വരിക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ എക്സ് ബാർ 4r/3πയും വൈ ബാറും 4r/3π ആണ്. ഇനി ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും. എ ആണ് ഒരു സൈഡ്, ബി ആണ് അടുത്ത സൈഡ്. അപ്പോൾ ആ പാരലൽ സൈഡ്സ്, അപ്പോൾ ഹാഫ് ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് h. അപ്പോൾ ഏരിയ ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി. അതിൻ്റെ എച്ച് ബാർ എന്ന് പറയുന്നത് b/2ഉം വൈ ബാർ എന്ന് പറയുന്നത് h/3 ഇൻറ്റു 2a പ്ലസ് ബി ഡിവൈഡഡ് ബൈ a പ്ലസ് ബി. ഇത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് വരാൻ സാധ്യത ഉള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവുക. ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ടി സെക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ടി സെക്ഷൻ്റെ. ഓക്കെ, അപ്പോൾ അത് 12 സെൻറ്റിമീറ്റർ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ്റെ ബ്രെഡ്ത്തായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ സെക്കൻഡ് സെക്ഷൻ്റെയും 3 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിവിടെ ചെയ്യേണ്ടത് ഇതിനെ 2 സെക്ഷനാക്കി മാറ്റുക. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ABCD, സെക്കൻഡ് വൺ ഈസ് EFGH. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ അത് 2 റെക്റ്റാങ്കിൾ ആക്കി എടുക്കാം. ABCD എന്നുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അതുപോലെ തന്നെ EFGH എന്ന് പറയുന്നത് അനദർ റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ABCDയുടെ ഏരിയ. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് അവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആണ് എടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഇത് 12 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം. ഡെപ്ത് എന്നുള്ളത് 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം ഫസ്റ്റ് സെക്ഷൻ്റെ. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 3 ആണ് ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ ആയിട്ട് വരിക. ഓക്കെ, ദെൻ y1 എന്ന് പറയുന്നത് ഇത് സിമെട്രിക്കൽ ടു y ആക്സിസ് ആണ്. ഓക്കെ, സിമെട്രിക്കൽ ടു y ആക്സിസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ y ബാർ കണ്ടാൽ മതിയാവും. 2 സെക്ഷൻ ആയതുകൊണ്ട്
y bar is equal to a1 y1 plus a2 y2 divided by a1 plus a2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം a1 കണ്ടു, ഏരിയ കണ്ടു. ഇനി y1 എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഏരിയ a1 ഫ്രം ബോട്ടം ലൈൻ GF, അതായത് GF എന്നാണ് റെഫറൻസ് ലൈനായിട്ട് വരുന്നത്. നമുക്ക് y നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ റെഫറൻസ് ലൈൻ ഏതാണ്? ബോട്ടം ലൈൻ ആയിട്ടുള്ള GF എന്നാണ് റെഫറൻസ് ലൈൻ. ഓക്കെ, അപ്പോൾ y1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ സെൻറ്റർ വരെ നമുക്ക് എത്തണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെക്ഷൻ്റെ എത്രയാണ് വരുന്നത്? സെക്കൻഡ് സെക്ഷൻ്റെ ഒരു 10 സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അല്ലേ മേലോട്ട്, പ്ലസ് എന്ത് വരും? ഫസ്റ്റ് സെക്ഷൻ്റെ 3യുടെ ഹാഫ് വരും, 3/2. അപ്പോൾ 10 + 3/2 എന്നാണ് y1 വരിക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ EFGH ആണ്. EFGHൻ്റെ ഏരിയ എന്താ വരിക? 10 × 3 അല്ലേ? അപ്പോൾ 10 × 3 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. y2 എന്ന് പറയുന്നത് ബോട്ടം ലൈനിൽ നിന്ന് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഏരിയ 2യുടെ അല്ലേ? അപ്പോൾ എന്താ വരിക? 10 ആണ് അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഉള്ളത്, അതേ ബൈ 2. അതിൻ്റെ നേരെ ഹാഫിലല്ലേ? റെക്റ്റാങ്കിളുടെ കേസിലുള്ള സെൻട്രോയിഡ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, നേരെ ഹാഫാണ് വരിക അല്ലേ? അപ്പോൾ 10/2 5 സെൻറ്റിമീറ്റർ. ഇനി ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. a1 y1 അതുപോലെ a2 y2 നമുക്ക് കിട്ടി. ഇനി y ബാറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a1 y1 plus a2 y2 divided by a1 plus a2 എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബെറ്റർ a1 y1 എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുക? അതൊരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ചെയ്യാം. 36 × 11.5 അതൊരു ബ്രാക്കറ്റ്, പ്ലസ് 30 × 5 എന്നുള്ളൊരു ബ്രാക്കറ്റിലിടുക, ഡിവൈഡഡ് ബൈ 36 + 30. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ചോദിക്കുക, ഈ കട്ട് ഔട്ട് ഹോൾസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കട്ട് ഔട്ട് ഹോളാണ് ഇവിടെ EFGH എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ 2 സെക്ഷനായിട്ട് എടുക്കുക. ഓക്കെ, ഇങ്ങനത്തെ സെക്ഷൻ വരുന്ന സമയത്ത് നമുക്കിവിടെ X ബാറും അതുപോലെ തന്നെ Y ബാറും കാണേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ നേരെ ഹാഫായിട്ട് നമ്മൾ എന്ത് ചെയ്തു? XX ആക്സിസും YY ആക്സിസും നമ്മൾ വരച്ചു. ദെൻ അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ y ബാറിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്ലസ് ചെയ്തിട്ടാണ് പോവുക അല്ലേ? a1 y1 plus a2 y2 by a1 plus a2 എന്നുള്ളതാണ് ചെയ്യുക. പക്ഷേ ഇവിടെ കട്ട് ഔട്ട് ഹോൾ ഉണ്ടാകുമ്പോൾ ഇത് വലിയൊരു റെക്റ്റാങ്കിൾ ആണ് ഇവിടെ ABCD എന്നുള്ളത്, അതിന് ചെറുതാണ് എന്ത്? EFGH എന്നുള്ളത്. അപ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിമൈൻഡർ ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുള്ളൂ. റിമൈനിങ് ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ y ബാർ എന്ന് പറയുന്നത് a1 y1 minus a2 y2 by a1 minus a2 ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പോലെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? a1 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് സെക്ഷൻ ഇത് മൊത്തം ഹോൾ റെക്റ്റാങ്കിൾ സെക്ഷൻ നമ്മൾ എടുക്കുന്നത് 10 × 12 ആണ് ഏരിയ അല്ലേ? അപ്പോൾ 120 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ദെൻ y1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബോട്ടം ലൈൻ, ഇവിടെ റെഫറൻസ് ലൈൻ ഏതാണ്? DC ആണ്. അപ്പോൾ y1 കാണുമ്പോൾ അതിൻ്റെ നേരെ ഹാഫ് അല്ലേ വരിക? അപ്പോൾ 12/2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വൺ A2 എന്ന് പറയുന്നത് ചെറുത് EFGHൻ്റെ ഏരിയ എന്താ വരിക? 4 × 3 അല്ലേ? അപ്പോൾ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. y2 എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം ലൈനിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ മേലോട്ടുണ്ട്, 2 പ്ലസ് അവിടെ മേലോട്ട് 4 വരെ ഉണ്ട് അല്ലേ? 4ൻ്റെ ഹാഫ് പറയുമ്പോൾ 2 + 4/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ y ബാറിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 6.22 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് H ബാറും കാണാമല്ലോ. H ബാർ is equal to a1 h1 minus a2 h2 by a1 minus a2. അപ്പോൾ a1നും a2നും ഒരു വ്യത്യാസമില്ല. h1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കണം. h1 എന്ന് പറയുമ്പോൾ ഇവിടെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് എക്സ്ട്രീം ലെഫ്റ്റുള്ള ലൈൻ AD ആണ് ഇവിടുത്തെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് h1 കാണാനായിട്ട്. അപ്പോൾ ഇത് മൊത്തം 10 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളത് അല്ലേ? ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ b/2 എന്ന് പറയുമ്പോൾ എന്താ വരിക? 10/2 എന്ന് വരും. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതുപോലെ തന്നെ h2 എന്ന് പറയുമ്പോൾ നമുക്ക് EFGHൻ്റെ സെൻറ്ററിലോട്ട് എത്തണം അല്ലേ? H ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുന്ന് 5 വരെ സെൻറ്ററിലേക്ക് എത്തി, പ്ലസ് ഒരു 1 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 5 + 1 6 പ്ലസ് ആ 3യുടെ ഹാഫ്. അപ്പോൾ എത്ര വരിക? 5 + 1 + 3/2 7.5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? a1 h1 minus a2 h2 by a1 minus a2ൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4.72 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ചെയ്യുക? ലൈ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഓഫ് 6.22 സെൻറ്റിമീറ്റർ ഫ്രം ബോട്ടം ലൈനിൽ നിന്നും DC നിന്നും 4.72 സെൻറ്റിമീറ്റർ ഫ്രം ദി ലൈൻ AD എന്നും ആയിരിക്കും. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണോ ഒരു ബോഡിയുടെ ഹോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിൽ തന്നെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, സെൻട്രോയിഡ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ലാമിനയാണ്, അതായത് അവിടെ ഏരിയാസ് മാത്രം വരുന്നവിടെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്നുള്ള ടേം യൂസ് ചെയ്യുക. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി യൂസ് ചെയ്യുന്നത് അവിടെ വോളിയമോ മാസോ ഒക്കെ ഉണ്ടാവണം, ആ സോളിഡ് ബോഡീസിന് വോളിയമോ മാസോ ഉള്ളവിടെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ടേം യൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷിയേറ്റ് സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പഠിച്ചോളാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സിമ്പിൾ സോളിഡ് ഫിഗേഴ്സിൻ്റെയാണ്. ക്യൂബിൻ്റെ ആകുമ്പോൾ എങ്ങനെയാണ് വോളിയം, ക്യൂബോയിഡിൻ്റെ വോളിയം, കോണിൻ്റെ വോളിയം, സിലിണ്ടർ, സ്ഫിയർ, ഹെമിസ്ഫിയർ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീസ് എങ്ങനെയാണ്. ഈ ടേബിൾ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. ഓക്കെ, ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഏരിയ ഓർ പ്ലെയിൻ ലാമിനയാണ്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനായിട്ടുള്ള ഇക്വേഷനാണ് പ്ലെയിൻ ലാമിനയുടെ അല്ലെങ്കിൽ ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഒരു പെർട്ടിക്കുലർ ഏരിയ പ്ലെയിൻ ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനായിട്ടുള്ള ഇക്വേഷനാണ് AR² എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ തന്നെ നമുക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഏരിയയും ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം റെഫറൻസ് ആക്സിസിൽ നിന്ന് എത്രയാണോ ഡിസ്റ്റൻസ് ഉള്ളത് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് mm² എന്നും റേഡിയസിൻ്റെ ആയതുകൊണ്ട് mm² ഇൻറ്റു r² എന്നുണ്ടല്ലോ. അപ്പോൾ mm² ഇൻറ്റു mm² എന്ന് പറയുമ്പോൾ mm⁴ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും റെഫറൻസ് ആക്സിസ് എവിടെയാണ് എടുത്തിരിക്കുന്നത്. A എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് r എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എക്സ്പ്ലെയിൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളത് അത് 3 മാർക്സിനൊക്കെ ചോദിച്ച് കാണാറുള്ളത് തന്നെയാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് സച്ച് ദാറ്റ് അതിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ദി ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ നമുക്ക് കിട്ടുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷനെ ഡിനോട്ട് ചെയ്യുന്നത് K എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് I = AK² ആണ്. ഓക്കെ, AK² ആണ്. അപ്പോൾ അന്ന് K² എന്ന് പറയുമ്പോൾ I/A എന്ന് വരും. അവിടുന്ന് K എടുക്കുമ്പം √I/A എന്ന് വരും. എന്നിട്ട് ഓരോന്നും പറയാം. K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബോഡി എബൌട്ട് എ ഗിവൺ ആക്സിസ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഗിവൺ ബോഡിയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് പാരലൽ ആക്സിസ് തിയറം എന്നുള്ളതാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എനി ആക്സിസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈസ് ഈക്വൽ ടു എന്താ, സം ഓഫ് ഇനേഷ്യ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ആൻഡ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ആക്സിസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ IAB എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ ഇനേഷ്യ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് A എന്നുള്ള ഒബ്ജക്റ്റ് ആണുള്ളത്. ഓക്കെ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പാസിംഗ് ത്രൂ അതാണ് IG എന്നുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് റെഫറൻസ് ആക്സിസിൽ നിന്ന് h ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ പാരലൽ ആക്സിസ് തിയറം എന്നുള്ള സെൻറ്റൻസ് അല്ലെങ്കിൽ ആ തിയറം നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. IAB = IG + AH². ഇനി നിങ്ങൾ നോക്കുക, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എനി ഏരിയ എബൌട്ട് എനി ആക്സിസ് എന്ന് പറയുന്നത് IAB ആണ്. ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് IG ആണ്. IG പിന്നെ സം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്ലസ് വന്നു, പ്ലസ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ആക്സിസ് എന്ന് പറയുന്നത് h ആണ്. ഓക്കെ, അപ്പോൾ A × h². ഇനി നിങ്ങൾ IAB എന്താണ്, അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് AB ആണെന്നും IG എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻട്രോയിഡ് ആണെന്നും A അതിൻ്റെ ഏരിയയും h ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ആക്സിസ് ആണെന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ 3 ആക്സിസ് XX ആക്സിസ്, YY ആക്സിസ്, ZZ ആക്സിസ്, ഇത് മൂന്നും എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതിനെ കാണാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ലാമിന അബൌട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് XX-ഉം YY ആക്സിസിനുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് IHH-ഉം IYY-യും. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ലാമിന അബൌട്ട് ZZ ആക്സിസ് എന്ന് പറയുന്നത് നോർമൽ ടു ലാമിന എന്ന് പറയുന്നത് IZZ = IHH + IYY എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊരു ഇക്വേഷൻ എഴുതി ഈ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നിട്ട് അത് വൃത്തിക്ക് എഴുതി അത് ഇക്വേഷൻ എഴുതിയിട്ട് അതൊരു ബോക്സിലിട്ട് വയ്ക്കുക. ഓക്കെ,
ദെൻ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ തന്നെ നമുക്ക് IZZ ഈസ് ഈക്വൽ ടു IHH പ്ലസ് IYY എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം അതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചിട്ട് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, IHHും അതുപോലെ തന്നെ IYYയും കണ്ടിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഷാഫ്റ്റ് അല്ലെങ്കിൽ ബീംസ് റെസിസ്റ്റൻസ് എത്രത്തോളം അത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട് ടോർഷൻ സംഭവിക്കുമ്പോൾ എന്നുള്ളത് അല്ലേ. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഷേപ്പ് എന്നുള്ളത്. അപ്പം സിംപ്ലി പറയുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി അബൌട്ട് പോളാർ ആക്സിസ് ആണ്, Z ആക്സിസ് ആണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇനി J സോളിഡ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സോളിഡ് സെക്ഷൻ്റെ ആണെങ്കിൽ J സോളിഡ് എന്ന് പറയുന്നത് πr⁴/2 എന്നുള്ളത് കാണും. ഓക്കെ, ഇനി ആറിന് പകരം നമുക്ക് ഡയമീറ്റർ കൊടുക്കുകയാണെങ്കിൽ D/2 എന്ന് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ π × D/2⁴/2 എന്ന് പറയുമ്പോൾ πd⁴/32 എന്ന് വരും. ചില ബുക്കിൽ അങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ഒന്നല്ലെങ്കിൽ πr⁴/2 അല്ലെങ്കിൽ πd⁴/32. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. നിങ്ങൾ πd⁴/32 ആണ് പറയുന്നതെങ്കിൽ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് പ്ലെയിൻ ലാമിനാസ് നിങ്ങൾ ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കുക. റെക്ടാങ്കിളിൻ്റെ IHH വരുമ്പം BD³/12, അതുപോലെ തന്നെ YY ആക്സിസ് ആകുമ്പം IYY = DB³/12. ഓക്കെ, സ്ക്വയറിൻ്റെ A⁴/12 രണ്ടിലും, സർക്കിളിൻ്റെ πr⁴ രണ്ടിലും വരും. πr⁴/4ഉം πr⁴/4ഉം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഡിയസിന് പകരം ഡയമീറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആറിന് പകരം D/2 എന്ന് കൊടുത്തോളുക. അപ്പം πd⁴/64 എന്നാണ് നിങ്ങൾ സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ദെൻ സെമി സർക്കിളിൻ്റെ πr⁴/8. ഓക്കെ, അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക. ആറിൻ്റെ പകരം D/2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് π × D/2⁴/8 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ക്വാർട്ടർ സർക്കിളിൻ്റെ πr⁴/16, ട്രയാങ്കിളിൻ്റെ ആക്സിസ് പാസിംഗ് ത്രൂ സെൻട്രോയിഡ് ആണെങ്കിൽ BH³/36, പാസിംഗ് ത്രൂ ബേസ് ആണെങ്കിൽ BH³/12. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ പോകുന്നത് ഒരു മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ പ്രോബ്ലം ആണ്, T സെക്ഷൻ എന്നുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റും T സെക്ഷൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന T സെക്ഷനെ നമ്മൾ 2 സെക്ഷനാക്കി മാറ്റുകയാണ്. ഓക്കെ, ABCD എന്നുള്ളതും EFGH എന്നുള്ളതും രണ്ടും റെക്ടാങ്കുലർ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ABCD എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഏരിയ കാണാം. ഓക്കെ, ഏരിയ A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD എത്രയാണ്, 10 × 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ദെൻ Y1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ബോട്ടം ലൈൻ GF ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബോട്ടം ലൈൻ GF എന്ന് ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ EF എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടലാണ് 10 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ EF എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ആ 2 മൈനസ് ചെയ്യുക, BC എന്നുള്ള 2 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്യുക. അപ്പോൾ EF എന്നുള്ള ഡിസ്റ്റൻസ് 8 ആണ്. 8 പ്ലസ് ആ BC എന്നുള്ളത് 2 ആണല്ലോ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഹാഫിലല്ലേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 8 + 2/2 എന്ന് വരും. അപ്പോൾ 9 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്കവിടെ കിട്ടുക. ഓക്കെ, 8 + 1 9 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് അവിടെ Y1 കിട്ടുക. ഓക്കെ, ദെൻ A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ EFGH ആണ്. അത് 8 × 2 എന്നുള്ളതാണ്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഏരിയ കിട്ടും. Y2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബോട്ടം ലൈൻ GF ആണ്. അപ്പോൾ GF എന്ന് എത്ര ഡിസ്റ്റൻസാണ് ഉള്ളത്, EF എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 8 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെ ഹാഫിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുക. അപ്പോൾ 8/2 എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ T സെക്ഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു സിമെട്രിക്കൽ ടു YY ആക്സിസ് ആണെന്നുള്ളത്. അപ്പോൾ 2 സെക്ഷനാണല്ലോ ഉള്ളത്. അപ്പോൾ Y ബാർ = A1Y1 + A2Y2/A1 + A2 എന്നുള്ളതാണ് ഇക്വേഷൻ വരിക. അതിലോട്ട് A1ൻ്റെ വാല്യൂവും Y1ൻ്റെ വാല്യൂവും A2Y2യുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 + A2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ 6.777 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടി നമ്മൾ IG1 നമ്മൾ അറിയണം. ഓക്കെ, IG1 കാണണം, അതുപോലെ IG2 കാണണം,
H1 കാണണം, H2 കാണണം. ഓൾറെഡി നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. IAB എന്ന് പറയുന്നത് എന്തായിരുന്നു? IG പ്ലസ് AH² എന്നുള്ളതല്ലേ? അതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ IG1 കാണാനായിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്റ്റാങ്കിൾ 1 എബൌട്ട് XS ആക്സിസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. BD3/12 എന്നുള്ളതാണ് ഇക്വേഷൻ വരിക അല്ലേ? അതുപോലെ IG2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, ദെൻ H1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഗിവൺ സെക്ഷൻ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് റെക്റ്റാങ്കിൾ 1. അതായത് നമ്മൾ y ബാർ ഓൾറെഡി കണ്ടുപിടിച്ചു. ദെൻ y1 റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഫസ്റ്റ് സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം അല്ലേ? അത് നമ്മൾ y1 ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് H1. കറസ്പോണ്ടിങ് ആയിട്ട് H2 എന്ന് പറയുന്നതും റെക്റ്റാങ്കിൾ 2ൻ്റെയും അതുപോലെ ഗിവൺ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ BD3/12 എന്നുള്ളതിൽ B എന്ന് പറയുന്നത് എന്താ? വിഡ്ത്തും D എന്ന് പറയുന്നത് ഡെപ്തും ആണ് അല്ലേ? അപ്പോൾ IG1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? B1D1³/12 എന്ന് എടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ B1 എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും D1 എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററുമാണ് അല്ലേ? അപ്പോൾ 10×2³/12 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 6.667 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. IG2 എടുക്കുമ്പോഴോ സെക്കൻഡ് സെക്ഷൻ്റെ നോക്കുക നിങ്ങൾ. സെക്കൻഡ് സെക്ഷൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ഡെപ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററുമാണ് അല്ലേ? അപ്പോൾ 2×B2D2³/12 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2×8³/12 എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. 85.333 സെൻറ്റിമീറ്റർ റേസ് ടു 4 കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താ? IG1 പ്ലസ് A1 H1² അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IG1ൻ്റെ വാല്യൂം A1ൻ്റെ വാല്യൂം H1ൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് 105.501 സെൻറ്റിമീറ്റർ റേസ് ടു 4 കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സിമിലർലി സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും കാണുക. IG2 പ്ലസ് A2 H2². ഓക്കെ, അപ്പം 85.333 ആണ് നമുക്ക് IG2 കിട്ടുന്നത്. പ്ലസ് A2 16 ഉണ്ട്, 16×2.777 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മൾ ഓൾറെഡി H1ഉം H2 ഒക്കെ കണ്ടുപിടിച്ചതാണ് അല്ലേ? H1ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? y1 മൈനസ് y ബാർ അല്ലേ? y1 എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. y1 എത്രയാണ് കിട്ടിയത്? y1 9 സെൻറ്റിമീറ്റർ ആണ്, മൈനസ് y ബാർ എന്നുള്ളത് 6.77 ആണ്. അങ്ങനെയാണ് നമുക്ക് H1 2.223 കിട്ടിയത് അല്ലേ? H2 എന്നുള്ളത് y ബാർ മൈനസ് y2 ആണ്. ഓക്കെ, നിങ്ങൾ y2 മൈനസ് y ബാർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഒരു നെഗറ്റീവ് വാല്യൂ അവിടെ വന്നാലും ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനിൽ ഇവിടെ h² എന്നുള്ളത് കൊണ്ട് അവിടെ എന്തായി പോവും? അത് പ്ലസ് ആയിട്ട് തന്നെ പോവും. ഓക്കെ, മൈനസ് വാല്യൂ ഇട്ടിട്ട് ഹോൾ സ്ക്വയർ എന്നിട്ടാലും ആൻസർ എന്ത് വരിക? പ്ലസ് തന്നെയാണ് വരിക. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ IG2 പ്ലസ് A2 H2² സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും കണ്ടുപിടിച്ചു. IHH എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് IHH കിട്ടി. Then moment of inertia of about vertical axis passing through center of gravity IYY കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? DB3/12 ആണ് അല്ലേ? അപ്പോൾ രണ്ട് സെക്ഷൻ ഉള്ളതുകൊണ്ട് D1B1³/12 പ്ലസ് D2B2³/12 എന്നുള്ളത് സം ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ D1 എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? D1 എന്നുള്ളത് 2 സെൻറ്റിമീറ്റർ ആണ്, B1 എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2×10³/12 എന്നുള്ളതാണ് വരിക അല്ലേ? 2×10³/12 പ്ലസ് പിന്നെ അടുത്തത് D2B2³/12 എന്ന് പറയുമ്പോൾ D2 എന്നുള്ളത് 8 സെൻറ്റിമീറ്റർ ആണ്, × 2³/12 എന്നുള്ളത് വരും അല്ലേ? അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ സം ചെയ്യുമ്പോൾ 172 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ IZZ = എന്താണ്? IHH പ്ലസ് IYY ചെയ്ത് നോക്കുക നിങ്ങൾ. 486.221 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മോഡ്യൂൾ 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. ഓക്കെ, ഇപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതൊരു സോളിഡ് ബോഡിയാണ് വിച്ച് നെവർ ഡിഫോംസ് ഓർ ചേഞ്ച് ഷേപ്പ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ ലോഡ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല? എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ ഡിഫോർമേഷൻ സംഭവിക്കില്ല. അതായത് അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ സൈസോ ചേഞ്ച് ചെയ്യില്ല. അങ്ങനത്തെ സോളിഡ് ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഡീഫോർമേഷൻ സംഭവിക്കും, ആ വസ്തുവിൻ്റെ ഷേപ്പും സൈസൊക്കെ ചേഞ്ച് ആവും. ഓക്കെ, വൺസ് നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പോ സൈസിലേക്ക് തിരിച്ചെത്തുന്നുള്ളതാണ് ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് തിരിച്ചൊരു പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയലാണ്, ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പോ സൈസിലേക്കോ തിരിച്ചു വരുന്നതാണ് ഇലാസ്റ്റിസിറ്റി. എപ്പോൾ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ആ പ്രോപ്പർട്ടിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഓക്കെ, ദെൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുണ്ട്. ഓക്കെ, അത് ലിമിറ്റിംഗ് വാല്യൂ ആണ്. അപ് ടു വിച്ച് എന്താണ് നമ്മുടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും അതിനപ്പുറത്ത് ഉണ്ടാവുക. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്റ്റിക് ബോഡി എന്നുള്ളതാണ് അടുത്ത ഡെഫിനിഷൻ. നമ്മൾ ഇലാസ്റ്റിക് ബോഡി പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡി ടൈപ്പ് ഓഫ് ബോഡി എന്താണ്, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോർമേഷൻ സംഭവിക്കും, ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കോ സൈസിലേക്കോ അത് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ബോഡിയുടെ ഡെഫിനിഷൻ. അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രെസ് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ലോഡ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ടോട്ടൽ ലോഡ് ബൈ ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. അതാണ് സ്ട്രെസ് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm² എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ട്രെയിൻ എന്നുള്ളതാണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ ബോഡി എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പം ടെൻസൈൽ ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക, രണ്ട് സൈഡിലേക്കുള്ള പുള്ളാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അതിന് ഇലോങ്ങേഷൻ ഉണ്ടാവും അല്ലേ, അതിൻ്റെ ലെങ്ത്ത് മാറും, ലെങ്ത്ത് ചേഞ്ച് ആവും. ആ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അവിടെ ഡെൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽ എൽ ബൈ എൽ എന്നുള്ളതാണ് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നെക്സ്റ്റ് വൺ ഹൂക്സ് ലോ എന്നുള്ളതാണ്. ഹൂക്സ് ലോ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്താണ് ഹൂക്സ് ലോ? നമ്മൾ എക്സ്റ്റേണൽ ലോഡിന് മെറ്റീരിയൽ വിധേയമാകുമ്പോൾ സ്ട്രെസ് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ പരിധിയിൽ സ്ട്രെസ് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സ്ട്രെയിനിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വരും. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്നുള്ളത്. ടൈപ്സ് ഓഫ് സ്ട്രെസ്സിൽ നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ്സും അതുപോലെ തന്നെ കംപ്രസീവ്, ഡയറക്റ്റ് സ്ട്രെസ്സിലാണ് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും വരുന്നത്. ദെൻ അത് കൂടാതെ തന്നെ ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്, ടോർഷണൽ സ്ട്രെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ്സിൽ എ പാർട്ട് ടെൻസൈൽ സ്ട്രെസ് പഠിച്ചു വെച്ചോളാം. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ളാണെങ്കിൽ, അപ്പോൾ ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡിൽ നിന്നും ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്, രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ളാണെങ്കിൽ, രണ്ട് സൈഡിൽ നിന്നും വലിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ എന്താ ഒരു വസ്തുവിന് സംഭവിക്കുക, അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ആവും അല്ലേ. അപ്പോൾ ആ ബോഡി ടെൻസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് ടെൻസൈൽ അങ്ങനെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെൻസൈൽ ലോഡ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് നമുക്ക് പറയാം. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടെൻസൈൽ ലോഡ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബോഡി. നെക്സ്റ്റ് വൺ ഈസ് കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് ആകുമ്പോൾ ഈക്വലും ഓപ്പോസിറ്റും പുഷ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഈക്വലും ഓപ്പോസിറ്റും പുഷ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, ആ വസ്തുവിൻ്റെ ആ ബോഡിയുടെ ലെങ്ത്ത് ഡിക്രീസ് ആവും അല്ലേ, ലെങ്ത്ത് കുറയും. അപ്പോൾ ബോഡി ടെൻസ് ടു ഡിക്രീസ് ഇറ്റ്സ് ലെങ്ത്ത് കുറയും. അപ്പോൾ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സാണ് കംപ്രസീവ് സ്ട്രെസ്, അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബോഡി എന്നും പറയാം. അതാണ് കംപ്രസീവ് സ്ട്രെസ്. ദെൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ബെൻഡിങ് ലോഡ്, എത്രയാണോ ബെൻഡിങ് ലോഡ് ഉള്ളത് അതേ ടു അതിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കിട്ടും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ടു ബെൻഡ്, എത്രത്തോളം ബെൻഡ് ആവുന്നതിന് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും എന്താണ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷിയർ സ്ട്രെസ്. ഓക്കെ, നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടാൻജൻഷ്യൽ ഫോഴ്സസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ബോഡി
ബോഡി ഷിയർ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സംഭവിക്കും, ബോഡി ടെൻസ് ടു ഷിയർ ഓഫ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഷിയർ ലോഡ് അല്ലെങ്കിൽ ഓർ ടാൻജൻഷ്യൽ ലോഡ് ബൈ ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടോർഷണൽ സ്ട്രെസ് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഷിയർ സ്ട്രെസ് ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ട്വിസ്റ്റിംഗ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ടോർഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആംഗുലർ ഡിഫോർമേഷൻ ഓഫ് എ ബോഡി എന്നും പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോഡി അതിന് ആക്സിയൽ ടെൻസൈലോ കംപ്രസീവ് ലോഡിനോ വിധേയമാകുമ്പോൾ അതിനെന്താ ഉണ്ടാവുക? ആക്സിയൽ ഡീഫോർമേഷനാണ് ഉണ്ടാവുക അല്ലേ? ആക്സിയൽ ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡെൽ എൽ ബൈ എൽ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിൽ വരുന്നതാണ് ടെൻസൈൽ സ്ട്രെയിനും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെയിനും. ടെൻസൈൽ സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ലെങ്ത്തിന് ഇൻക്രീസാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു അല്ലേ? ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ബോഡി. അപ്പോൾ ആ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ദി അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് ടെൻസൈൽ സ്ട്രെയിന്. അതുപോലെ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷ് വരുന്ന സമയത്ത് അവിടെ ഡിക്രീസ് ഇൻ ലെങ്ത് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ റേഷ്യോ ഓഫ് ഡിക്രീസ് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ് കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് ലാറ്ററൽ സ്ട്രെയിൻ. വേറൊരു കാര്യം, ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനെ തന്നെയാണ് നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളാം. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ തന്നെയാണ് ലീനിയർ സ്ട്രെയിൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലാറ്ററൽ സ്ട്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിൻ ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ് എന്നുള്ളതാണ്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓക്കെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെയിനാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പാരലൽ ആയിരിക്കും. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഏത് ഡയറക്ഷനിലാണോ ലോഡ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനാണോ വസ്തു ഉള്ളത്, എങ്ങനെയുള്ളത് അതിന് പാരലൽ ആയിട്ട് തന്നെയാണ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വരുന്നത്. ലാറ്ററൽ ആകുമ്പോൾ അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് നമുക്ക് ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ടു ഒറിജിനൽ ബ്രെഡ്ത്ത് എന്ന് പറയാം, ചേഞ്ച് ഇൻ തിക്നെസ് ടു ഒറിജിനൽ തിക്നെസ് എന്നൊക്കെ പറയാം നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ. ഇതൊക്കെ പ്രോബ്ലംസിന് ആവശ്യമുള്ളതാണ് ഇക്വേഷൻസ് ഒക്കെ കേട്ടോ. ദെൻ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുള്ളതാണ്. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ തന്നെ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം. അവിടെ ബൈ എന്നുള്ളതുണ്ടല്ലോ, ചേഞ്ച് ഇൻ വോളിയം ബൈ എന്നുള്ളതിനെ ടു എന്നുള്ളതാക്കിയാൽ മതി സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ. അപ്പം ചേഞ്ച് ഇൻ വോളിയം ടു ദി ഒറിജിനൽ വോളിയം എന്നുള്ളതാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഷിയർ സ്ട്രെയിൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെയിൻ നിങ്ങൾക്ക് അവിടെ ഫിഗറിൽ കാണാൻ പറ്റും. ഒരു ക്യൂബ് ABCD ആണ് അവിടെ കാണുന്നത്. ഓക്കെ, അവിടെ ഒരു ടാൻജൻഷ്യൽ ലോഡ് P അല്ലെങ്കിൽ F അവിടെ അപ്ലൈ ചെയ്തപ്പോൾ, ഫേസ് ABയിൽ അപ്ലൈ ചെയ്തപ്പോൾ ആ ക്യൂബ് ഡിസ്റ്റോർട്ടഡ് ആയി. അതായത് ABCD എന്നുള്ളത് എന്തായി മാറി? അവിടെ A'-B'-CD എന്നുള്ളത് ആയി. ഓക്കെ, അവിടെ സംഭവിച്ചിരിക്കുന്ന ആംഗിളാണ് തീറ്റ എന്നുള്ളത് അല്ലേ? അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡീഫോർമേഷൻ ബൈ ഒറിജിനൽ ലെങ്ത് എന്നുള്ളതാണ്, അതായത് തീറ്റ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വരച്ച് വയ്ക്കുക. ദെൻ ഈ ABCD എന്നുള്ള ക്യൂബ് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുക. ടാൻജൻഷ്യൽ ലോഡ് P അല്ലെങ്കിൽ F അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുക ഫേസ് ABയിൽ. അപ്പോൾ ക്യൂബ് ഡിസ്റ്റോർട്ടഡ് ആയി. ABCD എങ്ങോട്ടായി? A'-B'-CD ത്രൂ ആംഗിൾ തീറ്റ. ആ ഇക്വേഷൻ എഴുതുക. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡീഫോർമേഷൻ ബൈ ഒറിജിനൽ ലെങ്ത് which is equal to തീറ്റ. അല്ലെങ്കിൽ ഷിയർ പ്രൊഡ്യൂസ്ഡ് ബൈ ഷിയർ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഷിയർ സ്ട്രെസ് എന്നും പറയാം. അതും ഷിയർ സ്ട്രെയിൻ ആണ്. ഓക്കെ, അതൊരു 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 2 മാർക്സിനാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എഴുതുക. ഓക്കെ, Poisson's ratio is the ratio of lateral strain to linear or longitudinal strain എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ തന്നെയാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് മ്യൂന്നോ അല്ലെങ്കിൽ 1/m ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ ബാർ അണ്ടർ ടെൻഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ചോദിക്കും എക്സാമിന് മൈൽഡ് സ്റ്റീലിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈൽഡ് സ്റ്റീൽ റോഡിനെ നമുക്ക് എക്സ്റ്റേണൽ റോഡിന് വിധേയമാകുമ്പോൾ അവിടെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുമൂലം തന്നെ അവിടെ സ്ട്രെയിനും ഡെവലപ്പ് ആവും. ഓക്കെ,
അപ്പോൾ ആ സ്ട്രെസ്സും സ്ട്രെയിൻ്റെയും മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആ കേർവാണ് സ്ട്രെസ് സ്ട്രെയിൻ കേർവ്. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ പോയിൻറ്റ്സ് ഗ്രാഫ് വരയ്ക്കുക, സ്ട്രെയിനും സ്ട്രെസ്സും മാർക്ക് ചെയ്യുക, ദെൻ കേർവ് വരയ്ക്കുക. ഓക്കെ, ദെൻ അവിടെ എ ബി സി ഡി ഇ എന്നുള്ള പോയിൻറ്റ്സുകൾ കാണിക്കുക. അവിടെ ഒ എ എന്നുള്ളത് പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്, എ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റാണ്, ബി എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ് പോയിൻറ്റ് ഓർ അപ്പർ ഈൽഡ് സ്ട്രെസ് പോയിൻ്റ് ആണ്, സി എന്ന് പറയുന്നത് ലോവർ ഈൽഡ് സ്ട്രെസ് പോയിൻ്റ് ആണ്, ദെൻ ഡി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻ്റ് ആണ്, ഇ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ഓർ റപ്ചർ പോയിൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ പോയിൻ്റ് വരയ്ക്കും അല്ലെങ്കിൽ ആ റീജിയൻ വരയ്ക്കും ബോഡി ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഹൂക്സ് ലോ നിങ്ങൾക്ക് അറിയാലോ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ളതാണ്. അവിടെ പോയിന്റ് എ എന്നുള്ളത് തന്നെയാണ് എന്ത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് എ വരയ്ക്കും ഒബ്ജക്റ്റ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുക. അവിടെ ലോഡ് ആ പോയിന്റ് വരയ്ക്കും നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും അത് ആ ഒബ്ജക്റ്റ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, ആ പോയിന്റും കഴിഞ്ഞ് പോകുമ്പോഴാണ് പിന്നീട് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അവിടെ പോയിന്റ് ബി എന്നുള്ളതാണ് അവിടെ ഈൽഡ് പോയിന്റ് ആയിട്ട് കാണിക്കുന്നത്, അപ്പർ ഈൽഡും സി എന്ന് പറയുന്നത് ലോവർ ഈൽഡ് പോയിന്റ് ആണ്. അതായത് ആ പോയിന്റ് ബിയിലാണ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, ഈൽഡ് ചെയ്യുന്നത്. മീൻസ് അത് അതിൻ്റെ അത് പ്ലാസ്റ്റിക്കലി ഡീഫോർമേഷൻ സംഭവിക്കുന്നത് ആ പോയിന്റിലാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഈൽഡ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, പെർമനൻറ്റ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, അത് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഓക്കെ, ദെൻ അടുത്തത് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ് അവിടെ നിങ്ങൾക്ക് ഡി എന്നുള്ളത് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് വിത്തൗട്ട് ബ്രേക്കിംഗ്. അപ്പോൾ അവിടുത്തെ പോയിന്റ് ഡി ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ബ്രേക്കിംഗ് ഓർ ഫ്രാക്ചർ പോയിന്റ് എന്നാണ്. ഓക്കെ, എഫ് എന്നുള്ളത് കാണിച്ചിട്ട് നമ്മൾ ആ ഇ എന്നുള്ള പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിലാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ദെൻ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് അവിടെ. മാക്സിമം സ്ട്രെസ് എ മെറ്റീരിയൽ ക്യാൻ ബിയർ, എത്രത്തോളം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫിഗറിൽ ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഇ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോറി, പോയിന്റ് ഡി ആണ്. ദെൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ഇലാസ്റ്റിക് കോൺസ്റ്റൻസിനെ പറ്റിയിട്ട് അതിൻ്റെ ഡെഫിനിഷനായിട്ട് ചോദിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് അതല്ലാതെ റിലേഷൻസും ചോദിക്കാം. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഷിയർ മോഡുലസ്, അതുപോലെ തന്നെ ബൾക്ക് മോഡുലസും. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഡെഫിനിഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൂക്സ് ലോ പ്രകാരം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് എന്ന് വരും അല്ലേ. ഒരു കോൺസ്റ്റൻ്റ് ആണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇ എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഇ ആണ് ഇവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷിയർ മോഡുലസ്. അതിന് തന്നെയാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുക സി എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ സി എന്നോ ക്യാപിറ്റൽ ജി ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എൻ ഒക്കെ ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷന് തന്നെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ദി റേഷ്യോ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് ദി ഷിയർ സ്ട്രെസ് ടു ദ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ബൾക്ക് മോഡുലസ് ആണ്. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് അല്ലേ, ഡയറക്റ്റ് സ്ട്രെസ് ഓർ വോളിമെട്രിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് ബൾക്ക് മോഡുലസ് എന്നുള്ള ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് എഴുതാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ടു ദി വോളിമെട്രിക് സ്ട്രെയിൻ. നെക്സ്റ്റ് വൺ, റിലേഷൻ ബിറ്റ്വീൻ യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് എന്നുള്ളതാണ്. ഓക്കെ, ഇ എന്ന് പറയുന്നതാണ് യങ്സ് മോഡുലസ്, ജി എന്ന് പറയുന്നത് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ അതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി ഇൻറ്റു 1 പ്ലസ് മ്യൂ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു കെ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്നുള്ളത്. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക.
ഓക്കെ, ചിലപ്പോൾ ഇതിൽ കുറച്ച് ഡാറ്റാസ് ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് E is equal to 2g into 1 plus mu എന്നുള്ളതിൽ ചിലപ്പോൾ അവർ യങ്സ് മോഡുലസ് തരാം. ഓക്കെ, മ്യൂ പോയ്സൺസ് റേഷ്യോ തന്നിട്ട് മോഡുലസ് ഓഫ് റിജിഡിറ്റി കാണാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ. E is equal to 2g into 1 plus mu ൽ g is equal to E divided by 2 into 1 plus mu എന്ന് വരിക അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ജി കണ്ടുപിടിക്കാൻ പറ്റും, മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ E is equal to 3k into 1 minus 2 mu എന്നുള്ളതെന്ന് നമുക്ക് ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാം. k is equal to E divided by 3 into 1 minus 2 mu. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡാറ്റാസ് ആണ് തന്നിരിക്കുന്നത്, ഗിവൺ ഡാറ്റാസ് ഒക്കെ എഴുതിയിട്ട് ഓക്കെ ഏതാണ് അൺനോൺ ഡാറ്റ, ഏതാണ് അൺനോൺ ക്വാണ്ടിറ്റി എന്നുള്ളത് നോക്കിയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 8 പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിസിറ്റി, സെക്കൻഡ് വൺ പ്ലാസ്റ്റിസിറ്റി, തേർഡ് വൺ സ്റ്റിഫ്നെസ്, ഫോർത്ത് വൺ ടഫ്നെസ്, ഫിഫ്ത്ത് വൺ ബ്രിട്ടിൽനെസ്, സിക്സ്ത് വൺ ഡക്റ്റിലിറ്റി, സെവൻത്ത് വൺ മാലിബിലിറ്റി, എയ്ത്ത് വൺ ഈസ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു റീറ്റെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഓർ സൈസ്. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് ഈസ് റിമൂവ്. ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യും, തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. ആ പ്രോപ്പർട്ടി, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി ആണെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു ഡീഫോം അണ്ടർ എക്സ്റ്റേണൽ ലോഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് അല്ലേ. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിഫ്നെസ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എത്രത്തോളം അതിന് എക്സ്റ്റേണൽ ലോഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കപ്പാസിറ്റി ടു ഹോൾഡ് എക്സ്റ്റേണൽ ലോഡ്, ഒരു ഡീഫോർമേഷൻസും കൂടാതെ തന്നെ. ഓക്കെ, അപ്പോൾ അത് ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, സ്റ്റിഫ്നെസ്. നെക്സ്റ്റ് വൺ ഈസ് ടഫ്നെസ്. ടഫ്നെസ് is the ability of material to absorb energy, maximum energy അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ കഴിവ്, എബിലിറ്റി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, പ്ലാസ്റ്റിക്കലി ഡീഫോർമേഷൻ ആണ് അവിടെ ഉണ്ടാവുക വിത്തൗട്ട് ഫ്രാക്ചർ. ബ്രേക്കിങ്ങോ ഫ്രാക്ചറോ ഇല്ലാതെ തന്നെ അത് ആ വസ്തു എന്തുണ്ടാവും, പ്ലാസ്റ്റിക്കലി ഡിഫോംഡ് ആവും. ഓക്കെ, അങ്ങനെ അതിന് ആ ഒരു അങ്ങനത്തെ മെറ്റീരിയലിൻ്റെ എബിലിറ്റി ടു അബ്സോർബ് മാക്സിമം എനർജി ആൻഡ് ഗെറ്റ്സ് പ്ലാസ്റ്റിക്കലി ഡിഫോംഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഓർ ഫ്രാക്ചർ എന്നുള്ളതാണ് ടഫ്നെസ്. നെക്സ്റ്റ് വൺ ഈസ് ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഡീഫോം, അതിന് ഡീഫോർമേഷൻ സംഭവിച്ചിട്ട് അത് പീസസ് ആവും അല്ലെ, സ്മോൾ പീസസ് ആവും അണ്ടർ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ് എന്നുള്ളതാണ് ബ്രിട്ടിൽനെസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റി ടു സ്ട്രെച്ച് ഇൻ ടു വയർ എന്നുള്ളതാണ്. നമുക്ക് പുള്ളിങ് ചെയ്യുമ്പോൾ, പുള്ള് കൊടുക്കുമ്പം അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ്, നമ്മൾ രണ്ട് സൈഡിലേക്കും ടെൻസൈൽ ലോഡ് വലിക്കുമ്പോൾ ആ വസ്തു സ്ട്രെച്ച് ആവും അല്ലേ, വലിയും. അപ്പോൾ ആ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു സ്ട്രെച്ച് ഇൻ ടു വയർ ആണ് എന്ത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ദി ആക്ഷൻ ഓഫ് പുള്ളിങ് ഓർ ടെൻസൈൽ ലോഡ്. ദെൻ മാലിബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഫോം തിൻ ഷീറ്റ്സ് ആണ്. നമ്മൾ ഹാമറിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കംപ്രസീവ് ലോഡോ അല്ലെങ്കിൽ റോളിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് അതിന് ആ മെറ്റീരിയലിന് ടു ഫോം, അതിൻ്റെ എബിലിറ്റി ടു ഫോം തിൻ ഷീറ്റിൻ്റെ ഫോമിലാവുന്നതാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ്നെസ് എന്നുള്ളതാണ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് പെനിട്രേഷൻ എന്നുള്ളതാണ്. ഓക്കെ, എത്രത്തോളം അതിൻ്റെ മെറ്റീരിയലിനെ പെനിട്രേറ്റ് ചെയ്യുന്നത് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ, അല്ലെങ്കിൽ ഇനി അത് ഇൻഡൻറ്റേഷൻസ് ലൈക്ക് സ്ക്രാച്ചസ് ഒക്കെ എത്രത്തോളം ഇത് റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം, മൊഡ്യൂൾ 4-ലുള്ളത്. ഓക്കെ, ഇപ്പോൾ റോഡ് 150 cm long and diameter 2 cm is subjected to an axial pull of 20 kN. If the modulus of elasticity of the material of the rod is 2 into 10 raised to 5 Newton per mm square, determine stress, strain, ഇലോങ്ങേഷൻ ഓഫ് ദ റോഡ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് സബ്ബായിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെസ്സ് കാണാനും സ്ട്രെയിൻ കാണാനും ഇലോങ്ങേഷൻ ഓഫ് ദ റോഡ് കാണാനും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതുക. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ റോഡ് ഇവിടെ തന്നിരിക്കുന്നത് 150 cm ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 150 cm എഴുതി. ദെൻ നെക്സ്റ്റ് വൺ ഡയമീറ്റർ 2 cm തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, 20 mm ആക്കി. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ് അല്ലേ.
അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് നമുക്ക് മില്ലിമീറ്ററിലോട്ട് കിട്ടുക 20 mm. ദെൻ ഏരിയ എന്ന് പറയുന്നത് π/4d² ആണ്. ഒന്നല്ലെങ്കിൽ πr² എന്ന് പറയാം നമ്മൾ സർക്കുലർ സെക്ഷൻ്റെ ഏരിയ, അല്ലെങ്കിൽ π/4d². അപ്പോൾ ഇവിടെ ഡയമീറ്റർ ഡയറക്റ്റ് ആയിട്ട് തന്നുകൊണ്ട് തന്നെ നമ്മൾ π/4d² എന്നുള്ളത് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 100 പൈ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ തന്നെ പൈയുടെ വാല്യൂ 3.14 എന്നുള്ളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ 100 ഇൻറ്റു 3.14 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവരിവിടെ 100 പൈ എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അവിടെ ആക്സിയൽ പുൾ, അവിടെ ലോഡ് തന്നിട്ടുണ്ട് 20 കിലോ ന്യൂട്ടൺ എന്നുള്ളത്. അപ്പോൾ കിലോനെ നമ്മൾ കൺവേർട്ട് ചെയ്ത്, കിലോ എന്ന് പറയുമ്പോൾ 10 ക്യൂബ് അല്ലേ, അപ്പോൾ 20 ഇൻറ്റു 10 ക്യൂബ് ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 20,000 ന്യൂട്ടൺ എന്ന് കിട്ടും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ mm² ആണ്. ദെൻ ഫസ്റ്റ് വൺ സ്ട്രെസ് കാണാനായിട്ട് നമുക്ക് അറിയാം, സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ ആണ്. സോ ലോഡ് 20,000 ആണ്, ബൈ ഏരിയ 100 പൈ ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക 63.662 ന്യൂട്ടൺ പെർ mm² എന്നുള്ളത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് സ്ട്രെയിൻ ആണ് കാണാൻ പറഞ്ഞത്. സോ നമുക്കറിയാം യങ്സ് മോഡുലസ് ഇ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. സ്ട്രെസ് നമ്മൾ ഓൾറെഡി ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, 63.662 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁵5. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിന് 0.000318 എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, ദെൻ ഇലോങ്ങേഷൻ കാണാനായിട്ട്, ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് DL/L ആണ് അല്ലേ, നമുക്കറിയാലോ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് DL/L ആണല്ലോ അല്ലേ. അപ്പോൾ അതുതന്നെയാണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ DL/L. അപ്പോൾ DL കാണാൻ വേണ്ടി, അവിടെയുള്ള ഇലോങ്ങേഷനാണ് DL കാണാൻ വേണ്ടിയിട്ട് E ഇൻറ്റു L ചെയ്താൽ പോരെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, സ്മോൾ e ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു L, ലെങ്ത് ഓഫ് ദ റോഡ് എന്നുള്ളത്. അപ്പോൾ E എന്ന് പറയുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.000318 ഇൻറ്റു ലെങ്ത് ഓഫ് ദ റോഡ് എന്ന് പറയുന്നത് 150. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.0477 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ടത് കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം മിനിമം ഡയമീറ്റർ ഓഫ് സ്റ്റീൽ വയർ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടുത്തെ ലോഡ് 4000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സ്ട്രെസ് ഓഫ് ദ റോഡ് ഈസ് നോട്ട് ടു എക്സീഡ് 95 മെഗാ ന്യൂട്ടൺ പെർ m² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മിനിമം ഡയമീറ്റർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗിവൺ ദാറ്റ് എന്താണ്, ലോഡ് P ഈസ് ഈക്വൽ ടു 4000 ന്യൂട്ടൺ കൊടുക്കുക. P ഈസ് ഈക്വൽ ടു 4000 ന്യൂട്ടൺ. സിഗ്മ സ്ട്രെസ് എന്ന് പറയുന്നത് 95 മെഗാ ന്യൂട്ടൺ പെർ m² ആണ്. മെഗാ ന്യൂട്ടൺ പെർ m² എന്ന് പറയുമ്പോൾ, മെഗാ എന്ന് പറയുമ്പോൾ 10⁶ വരും അല്ലേ. അപ്പോൾ 95 ഇൻറ്റു 10⁶ ന്യൂട്ടൺ പെർ m². ഓക്കെ, അപ്പോൾ മെഗാ ന്യൂട്ടൺ പെർ m² ആണ് ഒരു ന്യൂട്ടൺ പെർ mm². ഓക്കെ, അതായത് 10⁶ ന്യൂട്ടൺ പെർ m² ആണ് ഒരു ന്യൂട്ടൺ പെർ mm². സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 95 ന്യൂട്ടൺ പെർ mm² എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ക്യാപിറ്റൽ D ആണ് ഡയമീറ്റർ ഓഫ് ദ വയർ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം A ഈസ് ഈക്വൽ ടു π/4d² ആണെന്നുള്ളത് അല്ലേ. ദെൻ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. സോ ലോഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ P/A ആണല്ലോ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് 95 എന്നറിയാം. അപ്പോൾ 95 ഈസ് ഈക്വൽ ടു ലോഡ് 4000 ആണ്, 4000 ബൈ ഏരിയ π/4d² ആണ് അല്ലേ. അപ്പോൾ π/4d² അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി d² ഇസ് ഈക്വൽ ടു 4000 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 95 എന്ന് കിട്ടും. ആ വാല്യൂ ആണ് 53.61. അവിടെ നിന്ന് നമ്മൾ ക്യാപിറ്റൽ D കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 53.61 എന്ന് പറയുമ്പം 7.32 mm എന്ന് കിട്ടും. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ ബാറിൻ്റെ. അതിൻ്റെ ലെങ്ത്ത് 4 മീറ്ററും വിഡ്ത്ത് 30 mm തിക്നെസ് 20 mm ആണ്. ഓക്കെ, സബ്ജക്റ്റഡ് ടു അതിന് ആക്സിയൽ പുൾ ഓഫ് 30 kN ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ അതിന് യങ്സ് മോഡുലസ് അവർ തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ mm². അതുപോലെ തന്നെ പോയ്സൺസ് റേഷ്യോ 0.3. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എക്സാമിന്. അപ്പോൾ ഇതൊക്കെ ഇക്വേഷൻസും അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ ബാർ L എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഓക്കെ, അതിനെ കൺവേർട്ട് ചെയ്തു നമ്മൾ മീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ചെയ്യാനായിട്ട് ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 4000 mm എന്ന് കിട്ടും. ദെൻ ബ്രെഡ്ത്ത് ഓഫ് ദ ബാർ എന്ന് പറയുന്നത് B 30 mm ആണ്, തിക്നെസ് T 20 mm ആണ്. ഓക്കെ,
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ എന്ന് പറയുന്നത് ബ്രെത്ത് ഇൻറ്റു തിക്നെസ് ആണ്. സോ 30 × 20 600 mm² എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, യങ്സ് മോഡുലസ് അവർ തന്നിട്ടുണ്ട്. E = 2 × 10⁵ Nm/mm². പോയ്സൺസ് റേഷ്യോ മ്യൂ 0.3 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആണല്ലോ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആ സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ് അല്ലേ. അപ്പോൾ സ്ട്രെസ്സിന് പകരം നമുക്ക് ലോഡ് ബൈ ഏരിയ എന്ന് കൊടുക്കാം. സോ ലോഡ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോഡ് നമുക്ക് 30,000 ആണെന്ന് അറിയാം. 30,000 ഡിവൈഡഡ് ബൈ ഏരിയ 600 ആണ് ഇൻറ്റു യങ്സ് മോഡുലസ് 2 × 10⁵. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.00025 എന്നുള്ളത് കിട്ടും. ഓക്കെ, സ്ട്രെയിന് ഡയമെൻഷൻസ് ക്വാണ്ടിറ്റി ആണ് അല്ലേ, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, അതിന് യൂണിറ്റ് ഒന്നുമില്ല. ദെൻ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് ΔL/L എന്ന് പറയുന്നത്. അതാണ് നമുക്ക് 0.00025 എന്ന് കിട്ടിയത്. അവിടുന്ന് ചേഞ്ച് ഇൻ ലെങ്ത് ΔL കിട്ടാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 0.00025 × L എന്നുള്ളത്. ഓക്കെ, ഓൾറെഡി ലെങ്ത് തന്നിട്ടുണ്ടല്ലോ. ലെങ്ത് ഓഫ് ദ ബാർ 4000 mm ആണ്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.00025 × 4000 എന്നുള്ളത് നമുക്ക് 1 mm എന്നുള്ളത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ഇതിൻ്റെ പോയ്സൺസ് റേഷ്യോ നമുക്ക് ഇക്വേഷൻ അറിയാം. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ പോയ്സൺസ് റേഷ്യോ നമുക്ക് 0.3 ആണെന്ന് അറിയാം. ലാറ്ററൽ സ്ട്രെയിൻ അറിയില്ല. സോ ലാറ്ററൽ സ്ട്രെയിൻ അങ്ങനെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ലാറ്ററൽ സ്ട്രെയിൻ തന്നെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ 0.00025 ആണ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അവിടെ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.3 × 0.00025 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.00075 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ΔB/B ആണ്, അല്ലെങ്കിൽ ΔD/D ആണ്, ഓർ ΔT/T ആണ് അല്ലേ. അവിടെ നമുക്ക് ചേഞ്ച് ഇൻ വിഡ്ത്ത് ആണ് കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് അവർ. ചേഞ്ച് ഇൻ ബ്രെഡ്ത്തും കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ തിക്നെസ്സും കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ B ഇൻറ്റു അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ലാറ്ററൽ സ്ട്രെയിൻ ആണ്. സോ 30 × 0.00075 ചെയ്യുമ്പോൾ നമുക്ക് 0.00225 mm എന്ന് കിട്ടും. സിമിലർലി തിക്നെസ്സിൻ്റെ ചേഞ്ച് ഇൻ തിക്നെസ് കാണാനായിട്ട് ΔT എന്ന് പറയുന്നത് T ഇൻറ്റു ലാറ്ററൽ സ്ട്രെയിൻ ആണ്. 20 × 0.00075 എന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് 0.0015 mm